ഹായ് ഡിയർ ഫ്രണ്ട്സ്, മിഷൻ പോയിന്റ് പർപ്പസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ തൊട്ട് ബാക്കിൽ കണ്ടല്ലറിയാം, ഇത് മുന്നിൽ കണ്ടല്ലറിയാം. നമുക്കിത് മക്കിറ്റയുടെ ഒരുപാട് മിഷൻസ്, ഇത് മുഴുവൻ കോഡ്ലെസ് മിഷൻസ് ആണ്. അതായത് ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുന്ന മിഷൻസ് ആണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കറണ്ട് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാടാണ്. ആ സമയത്ത് നമുക്ക് കോഡ്ലെസ് മിഷൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു 5, 6 അല്ലെങ്കിൽ 10 പണിക്കാർ നമുക്ക് ഉണ്ടാവും. ആ സമയത്ത് കറണ്ട് 1 മണിക്കൂർ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു മിഷൻ വാങ്ങുന്നതിനേക്കാളും ഒരുപാട് പൈസ നമുക്ക് നഷ്ടമായിരിക്കും. ചിലപ്പോൾ നമുക്ക് അന്ന് തീർക്കേണ്ട വർക്കൊക്കെ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ടൂളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വർക്കുകൾ പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് മിഷൻസ് നമുക്ക് പരിചയപ്പെടാം. ഇതിൽ ഒരുപാട് മിഷൻസുകൾ നമുക്കുണ്ട് കോഡ്ലെസ്സിൽ ഒരുപാട്. ഇതല്ലാണ്ട് ഇതിൽ ഒരുപാട് മിഷൻസ് മക്കിറ്റ ഉണ്ട്. കാരണം മക്കിറ്റ എന്ന ബ്രാൻഡ് നമുക്കറിയാം ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അത്രയും ക്വാളിറ്റി ഉള്ള പക്ക പ്രൊഫഷണൽ സീരീസിൽ വരുന്ന ഒരു ബ്രാൻഡാണ് മക്കിറ്റ. നമുക്ക് മക്കിറ്റയുടെ ഒരു 13mm ഇമ്പാക്ട് ഡ്രില്ല് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമുക്ക് 13mm അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡ്രില്ല് മെഷീനാണ് കോഡ്ലെസ്സിൽ. നമുക്ക് ഞാൻ പറഞ്ഞു കോഡ്ലെസ്സിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് ബ്രഷ്ലെസ് മോട്ടറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അത്രയും പെർഫോമൻസ്, മക്കിറ്റയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അത്രയും ലൈഫാണ്. ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഉപയോഗിക്കാവുന്ന അത്രയും നല്ല പവർഫുൾ ആയിട്ടുള്ള മെഷീൻസ് ആണ് മക്കിറ്റയുടെ. നമുക്ക് കോഡ്ലെസ് ഡ്രില്ല് നമുക്ക് 13mm വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പാണ്. നമുക്ക് സാധാരണ എല്ലാ കോഡ്ലെസ് ഡ്രില്ലുകൾക്കും ഉള്ളതുപോലെ തന്നെ ടോർക്ക് അഡ്ജസ്റ്റിംഗ് ആണ്. പക്ഷേ ഇതിന്റെ നമ്മൾ സാധാരണ നമ്മുടെ കുറഞ്ഞ റേഞ്ച് മെഷീൻസ് നമ്മൾ ഒന്ന് തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ഒരു പെർഫോമൻസ് അല്ല മക്കിറ്റയുടെ. ജസ്റ്റ് ഭയങ്കര സ്മൂത്ത് ആണ്, അതോടൊപ്പം തന്നെ ഭയങ്കര പെർഫെക്ഷൻ ആണ്. വില കൊടുക്കുന്നതിനുള്ള മുതലാണ് ഈ സാധനം. നമ്മൾ കാലങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് മക്കിറ്റയുടെ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ബാറ്ററി തന്നെ നമുക്ക് ഊരിയിട്ട് നമുക്ക് നേരെ മക്കിറ്റയുടെ ആംഗിൾ ഗ്രൈൻഡർ, നമ്മുടെ കോഡ്ലെസ്സിന്റെ ആംഗിൾ ഗ്രൈൻഡർ, നമ്മുടെ വെൽഡിംഗ് വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ ഹെവി ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കോഡ്ലെസ്സിന്റെ ആംഗിൾ ഗ്രൈൻഡർ നല്ല പെർഫോമൻസ് ആണ്, അടിപൊളി പെർഫോമൻസ്. അതിനകത്ത് ബ്രഷ്ലെസ് മോട്ടറാണ്. ഇതൊക്കെ ബ്രഷ്ലെസ് മോട്ടറിൽ വരുന്ന മെഷീനാണ്. അതുപോലെ 8500 RPM ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് ഉണ്ട്. 40 വോൾട്ട് ബാറ്ററിയിൽ നമുക്ക് 4 ആമ്പിയർ ബാറ്ററി വരുന്നുണ്ട്, 5 ആമ്പിയർ ബാറ്ററി വരുന്നുണ്ട്. ഏത് ബാറ്ററി നമുക്ക് വാങ്ങാം. നമുക്ക് ഈ ഒരു ബാറ്ററി നമുക്കുണ്ടെങ്കിൽ ഇതിൽ ഏത് ടൂൾ നമുക്ക് സെപ്പറേറ്റ് ടൂളായിട്ട് തന്നെ വാങ്ങാൻ പറ്റും. അതാണ് മക്കിറ്റയുടെ പ്രത്യേകത. അതായത് മെഷീൻ വേറെ, ബാറ്ററി വേറെ, നമുക്ക് ചാർജർ വേറെ, അങ്ങനെ സെപ്പറേറ്റ് വാങ്ങാൻ പറ്റും. അതുപോലെ ഇതിന്റെ ചാർജർ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ പറയുന്നതാണ്, ഓരോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ട് മെഷീന്. നല്ല ഒരു അടിപൊളി പെർഫോമൻസ് ആണ്. ഇനി അത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ, നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻകാർ, അതുപോലെ നമ്മുടെ ACP-കാർക്കും ഈ സ്ക്രൂ ചെയ്യുന്നവർക്ക്, അതുപോലെ നമ്മുടെ ഡ്രസ് വർക്കാർക്കൊക്കെ സെൽഫ് സ്ക്രൂ അടിക്കില്ലേ, അതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാവുന്ന അതാണ്. ഇതിൽ തന്നെ നമുക്ക് ഇതിന്റെ ഓരോ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് സിംഗിൾ സ്പീഡ്, അതിന് സ്പീഡ് ഇങ്ങനെ കൂട്ടം കുറയ്ക്കും ചെയ്യാൻ പറ്റും. റിവേഴ്സ് ഫോർവേഡ് ഒക്കെ എല്ലാ മെഷീനും ഉണ്ട്. പക്ഷേ മക്കിറ്റ ഇറ്റ്സ് പവർഫുൾ ആൻഡ് ഡ്യൂറബിലിറ്റി. ഓക്കെ, പിന്നെ അതിൽ നിന്ന് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിനി ചെയിൻസോ, പല കമ്പനികൾക്ക് മിനി ചെയിൻസോ ഉണ്ട്. പക്ഷേ മക്കിറ്റയുടെ മിനി ചെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമ്പാക്റ്റ് ആണ്, വെയിറ്റ് വളരെ കുറവാണ്. ഇത് 6 ആമ്പിയർ 18 വോൾട്ട് ബാറ്ററിയിൽ വരുന്നതാണ് കേട്ടോ. മക്കിറ്റ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ക്വാളിറ്റിയുടെ കാര്യത്തിൽ മക്കിറ്റ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ ഞാൻ ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല, അത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് ഇമ്പാക്ട് റിഞ്ചുകൾ, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകൾ, അങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളിലേക്ക് ഉപയോഗിക്കാവുന്ന ഇമ്പാക്ട് റിഞ്ചുകൾ കാണിച്ചു തരാം. ഇത് നമുക്ക് ഏറ്റവും ചെറിയ ഇമ്പാക്ട് റിഞ്ചാണ് മക്കിറ്റയുടെ വരുന്നത്. 40 വോൾട്ടിൽ നല്ല ഒരു ക്വാളിറ്റി ഉള്ള മെഷീനാണ് കേട്ടോ. ഭയങ്കര സ്മൂത്താണ്, വൈബ്രേഷൻ ഇല്ല, അനക്കമില്ല, കൈയുടെ വിരലൊന്നും ഒരു തരിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ തൊട്ട് വലിയ ഒരു ഇമ്പാക്ട് റേഞ്ചിലോട്ട് പോകാം. കുറച്ചും കൂടി നല്ല പവർഫുൾ ആയിട്ടുള്ള 300 Nm ടോർക്ക് വരുന്ന, നമുക്ക് കാറിൻ്റെ വർക്ക്ഷോപ്പുകൾ, ഓട്ടോറിക്ഷ, ബൈക്ക് വർക്ക്ഷോപ്പുകൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്ന, പ്രൊഫഷണൽ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഇമ്പാക്ട് റേഞ്ചാണിത്. ഇനി അതിൻ്റെ തന്നെ കുറച്ചും കൂടി പവർ കൂടിയത് 18 വോൾട്ടിൻ്റെയാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കാറിന്റെ വർക്ക്ഷോപ്പുകളിലൊക്കെ ഏറ്റവും സൂപ്പറായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെഷീനാണ്. ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാം. അതാണ് മക്കിറ്റയുടെ പ്രത്യേകത. ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനാണ്. പിന്നെ ഇതിന്റെ തന്നെ നമുക്ക് കുറച്ചും കൂടി കൂടിയ മോഡൽ ഒരെണ്ണമുണ്ട്. ഇത് നമുക്ക് 40 വോൾട്ട് ബാറ്ററിയാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് അതിന്റെ ഹെവി നമുക്ക് ചെറിയ ടിപ്പർ, അതുപോലെ 407 അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അടിക്കാവുന്ന
കുറച്ചും കൂടി ഹെവി ആയിട്ട് വരുന്നത്. ഇനി അതിന്റെ ഒരു ഭീകര സാധനത ഇപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ. നോക്കി കാണിച്ചു തരാം. അവനാണ് പുലി. ഇതാണോ ഇത് നമ്മുടെ ടോറസ്, അതുപോലെ വലിയ ബസ്സൊക്കെ അടിക്കാനുള്ള ബസ്സിന്റെ ഒക്കെ വീല കഴിക്കാൻ ടോറസ് വർക്ക്ഷോപ്പുകൾ അങ്ങനെയൊക്കെ അടിക്കാവുന്ന നല്ല ഹെവി ഡ്യൂട്ടി സാധനമാണ് കേട്ടത്. ഇതൊക്കെ മക്കിറ്റയുടെ ഒരെണ്ണം എടുത്തിട്ടാണ്ടല്ലോ നമുക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് സ്ഥലത്തും സൈറ്റിലോ ന്യൂമാറ്റിക്കിന്റെ ഒക്കെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കോഡ്ലെസിന്റെ ഇതൊരെണ്ണം വാങ്ങിയിട്ട് ഇതൊന്ന് ഊരി വെക്കട്ടെ. നമുക്ക് അത്ര നല്ല 2800 4000 NM പവർ വരുന്ന മെഷീനാണ്. 4000 NM പവർ വരുന്ന മെഷീനാണ്. അത്രയും ഹെവി ആയിട്ട് നമ്മുടെ ടോറസിലോ, ടോറസ്, ടിപ്പർ അങ്ങനെയുള്ള ഹെവി ബസ്സുകൾ അതിൻ്റെയൊക്കെ വീലഴിക്കാനും അതിൻ്റെ വർക്ക്ഷോപ്പുകളിലെ എല്ലാ ഉപയോഗങ്ങൾക്കും വരുന്നതാണ്. 1 ഇഞ്ച് സ്ക്വയർ ഡ്രൈവാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ. 1 ഇഞ്ച് സ്ക്വയർ ഡ്രൈവ്, 1 ഇഞ്ചിൻ്റെ ബോക്സാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്കിതിൽ ഇത് നമ്മുടെ കോഡ്ലെസിൻ്റെ ഡെമോളിഷിംഗ് ഹാമർ, വീടല്ലേ കോഡ്ലെസിന്റെ ഡെമോളിഷിംഗ് ഹാമർ ആണ്. നമ്മുടെ 5 kg ഒക്കെ ഉണ്ടല്ലോ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കാർക്കൊക്കെ കോഡ്ലെസിന്റെ ഡെമോളിഷിംഗ് ഹാമർ ആണ്. ഇത് വർക്ക് ചെയ്ത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അവസാനം നമുക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിന്റെ നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളതാണ്. ഇതിൽ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ ഇവിടെ LED ലൈറ്റ് വരുന്നുണ്ട്. ബ്രഷ്ലെസ് മോട്ടറാണ് വരുന്നുണ്ടോ. ബ്രഷ്ലെസ് മോട്ടറിൽ വരുന്നതാണ്. നമുക്ക് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കാർക്ക് അറിയാം, ഒരു 4-5 പേരുടെ ഒരു സൈറ്റിൽ പണി മെനക്കെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു കോഡ്ലെസ് ഡെമോളിഷിംഗ് ഹാമർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വർക്ക് ചെയ്യുമ്പോഴേ ഭയങ്കര സ്മൂത്ത് ആണോ. നമ്മൾ സാധാരണ 5 kg വർക്ക് ചെയ്യുമ്പോൾ ഒരു ജർക്കിയൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും ഇല്ലെന്നോ. ഭയങ്കര അതിന് കൈ അനങ്ങുന്നുണ്ട്. നോക്കി ഒന്നുമില്ല. നമുക്ക് ലോഡ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പൊട്ടിക്കുമ്പോൾ അതിന് എത്രത്തോളം പവർ ഉണ്ട് നോക്കുകയും ചെയ്യാം കേട്ടോ. മക്കിറ്റ കൊണ്ട് പവറിന്റെ പ്രശ്നം ഉണ്ടാവത്തില്ല. കാരണം അത്രയും പെർഫോമൻസ് ബേസ് മക്കിറ്റ പക്കയായിരിക്കും. കൊള്ളാട്ടോ, എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇതിൽ അടുത്ത് കാണിക്കാനുള്ളത് റോട്ടറി ഹാമർ കാണിച്ചു തരാം. കോഡ്ലെസിന്റെ തുളയ്ക്കുന്ന മെഷീൻ. വീടല്ലേ അവിടെ ഇരുന്നോ. ഓക്കെ, ഇത് നമ്മുടെ കോഡ്ലെസിന്റെ റോട്ടറി ഹാമർ. 28 mm റോട്ടറി ഹാമർ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഹാമറിങ്, ഡ്രില്ലിങ്, ചിപ്പിംഗ് ഒക്കെ ഉള്ളത്. 40 വോൾട്ട് ബാറ്ററി തന്നെ നമുക്ക് കൊടുക്കാം. ഈ ബാറ്ററി വരാം, അതവിടെ ഉണ്ട്. ഇതിൽ പ്രത്യേകിച്ച് 5 ആംപിയറിന്റെ ബാറ്ററി, ഏത് ബാറ്ററി വേണമെങ്കിലും നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ XGT എന്ന് പറഞ്ഞാൽ 40 വോൾട്ടിൽ വരുന്നതാണ്. 40 വോൾട്ടിൽ നമുക്ക് 3 ആംപിയർ, 4 ആംപിയർ, 5 ആംപിയർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ബാറ്ററി. അറിയൊന്നും കൂടിയില്ല, അത്രയും നല്ല പെർഫോമൻസ്. വൈബ്രേഷൻ ഹാമറിംഗ് ആണ് വർക്ക് ചെയ്യുന്നത്. സാധാരണ നമുക്ക് റോട്ടറി ഹാമറിലൊക്കെ നല്ല വൈബ്രേഷൻ ഉണ്ടാവില്ലേ. ഇതാണ് ഇതിന്റെ നമ്മുടെ സാധാരണ നമ്മളെ IVT എന്നൊക്കെ പറയും. AVT സിസ്റ്റം ആണ് കിട്ടുന്നുണ്ടോ. ജസ്റ്റ് ഞാൻ കൈകൊണ്ട് അമർത്തുമ്പോൾ കാണാം ഷോക്കപ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ. നമുക്ക് കയ്യിലോട്ട് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു വൈബ്രേഷൻ വരുള്ളൂ. അല്ലാണ്ട് നമുക്ക് സാധാരണ നമ്മുടെ റോട്ടറി ഹാമർ വർക്ക് ചെയ്യുമ്പോൾ കൈ കടന്ന് തരിക്കുന്ന പോലെ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളൊന്നും ഇതിനുണ്ടാവില്ല. കാർപ്പൻട്രി വർക്കിന് അതുപോലെ നമ്മുടെ ഈ റൂട്ടിംഗ് വർക്കുണ്ടല്ലോ, ACP ഒക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കോഡ്ലെസിന്റെ ട്രിമ്മറാണ്, അതുപോലെ റൂട്ടറാണ്. അത് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. അത് അത്യാവശ്യം നല്ല 34,000 RPM വരുന്ന മെഷീനാണ്. 40 വോൾട്ടിന്റെ 4 ആംപിയർ ബാറ്ററി നമ്മൾ ഇതിൽ ഇട്ടേക്കുന്നത്. ഇതും ബ്രഷ്ലെസ് മോട്ടർ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് ഇതിന്റെ വർക്കിംഗ് ആണ്. ജസ്റ്റ് ഇത് ഇവിടെ ഒരു ലോക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ലോക്കായി. ഇത് ലൈറ്റ് കത്തി കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ലോക്കിംഗ് സിസ്റ്റം ഓപ്പൺ ആയി. അനക്കമില്ല മക്കളെ, അനക്കമില്ലാണ്ടോ. സൗണ്ട് മാത്രമുണ്ട്, ഒരു ഷൂന്ന് കാറ്റടിക്കുന്ന സൗണ്ട് മാത്രമുണ്ട്. ഒരു വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മളിങ്ങനെ കൈ പിടിച്ച് കറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് വരുന്നത്. മക്കിറ്റ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, പ്രൈസ് എപ്പോഴും മക്കിറ്റയ്ക്ക് ഉണ്ട്, പക്ഷേ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് മക്കിറ്റയ്ക്ക്. സർവീസ് സെറ്റപ്പ് എല്ലാം ഉള്ള ബ്രാൻഡാണ് മക്കിറ്റ. ഇനി നമുക്ക് ഇതുപോലെ വുഡിന്റെ വർക്കിന് വരുന്നത് ജിക്സോ. ഇതേ ബാറ്ററി തന്നെ നമ്മൾ വീണ്ടും ഊരുന്നു, അടുത്ത ജിക്സോയിലോട്ട് നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നു. ജിക്സോ നമുക്ക് വുഡ് വർക്കർക്കൊക്കെ അറിയാം. നമുക്ക് ജിക്സോ നമ്മുടെ ഡിസൈൻ വർക്കിന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്ന ജിക്സോ മെഷീനാണ്. ജസ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കേട്ടോ. സൂപ്പറാണ്. ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നുണ്ട് ഇവിടെ. ജസ്റ്റ് നമ്മൾ അത് ലോക്ക് ആണെന്നുള്ളത് നമ്മൾ ലോക്ക് ഓപ്പൺ ചെയ്തു. ഭയങ്കര കോമ്പാക്ട്. ഇത് നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടുക കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ടച്ച് ഓഫ് ഓൺ, ജസ്റ്റ് ടച്ച് ചെയ്ത് ഓണായി, ടച്ച് ചെയ്ത് ഓഫായി. നമുക്ക് ടോർക്ക് കൂട്ടാനും കുറയ്ക്കാനും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് സൂപ്പറായിട്ടുള്ള ജിക്സോ ആണ്. ഭയങ്കര കോമ്പാക്റ്റ് ആണ്, ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ കോഡ്ലെസ് സർക്കുലർസോ. ഇതേ ബാറ്ററി നമുക്ക് ഊരിയെടുത്ത് അങ്ങോട്ട് പഠിക്കാം. ഇതൊക്കെ വുഡ് വർക്കിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. കോഡ്ലെസിന്റെ സർക്കുലർസോ
മരം കെട്ടിയാനായിട്ട് നമുക്കറിയാം, നമ്മൾ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് പല കെട്ടിയാലൊന്നും നടക്കില്ലല്ലോ. അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്ക് നമുക്ക് നേരെ ഇത് കോർഡ്ലെസിന്റെ ബാറ്ററി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. കോമ്പാക്ട് ഉണ്ടോ, സൂപ്പറാണ്. ഇങ്ങനെ കട്ട് ചെയ്യും. ഇത് നമ്മുടെ റെസിപ്രോക്കേറ്റിങ്സോ നമ്മുടെ PVC പൈപ്പ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന റെസിപ്രോക്കേറ്റിങ്സോ ആണ്. നമ്മുടെ പൈപ്പൊക്കെ നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും, അതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കോർഡ്ലെസിന്റെ മെഷീനാണിത് ബാറ്ററിയിൽ. ഇനി നമുക്ക് സാധാരണ നമ്മുടെ ന്യൂമാറ്റിക്കിന്റെ നൈലർ, ഇലക്ട്രിക്കൽ നൈലറൊക്കെ ഉണ്ട്. നമുക്ക് കോർഡ്ലെസിന്റെ നൈലറാണ് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ SGT സീരീസിൽ വരുന്നത് തന്നെയാണ്. 40 വോൾട്ടോ ഇത് 4 ആംപിയർ ബാറ്ററിയോ ഒക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. 4 ആംപിയർ ബാറ്ററി, 5 ആംപിയർ ബാറ്ററി, 8 ആംപിയർ ബാറ്ററി ഒക്കെയാണ് നമുക്ക് നല്ലത്. 2.5 ഒക്കെ ആകുമ്പോൾ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കുറച്ച് കുറവുണ്ടായിരിക്കും. 4 ആംപിയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് കുറേ നേരം നമുക്ക് ഉപയോഗിക്കേണ്ടി പറ്റും. ഇത് നമുക്ക് ഇതിന്റെ സേഫ്റ്റി ഫീച്ചർ ഉണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്താൽ മതി, ഇങ്ങനെ കൊണ്ട് അമർത്തിയാൽ മാത്രമാണ് ഇത് ആണി അടിക്കാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് നമുക്കൊന്ന് ഇതിൽ നെയിലുണ്ട്, ഉണ്ട് കണ്ടോ, നെയിൽ കയറിയൊന്നുണ്ട് സൂപ്പറായിട്ട്. ഞാൻ ഓടിയൊന്നുമില്ല, വെറുതെ വെച്ചോളൂ. ഇപ്പുറം എത്തി കേട്ടോ, ഇപ്പുറം എത്തി. 40 mm വരെ നമുക്കിത് സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് ഈ അപ്പോൾസറി വർക്ക് അതുപോലെ ഫർണിച്ചർ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് സോഫ സെറ്റ് ഒക്കെ നമുക്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ സൂപ്പറായിട്ട് നമുക്കിത് പെട്ടെന്ന് അടിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. കിച്ചൺ കബോർഡ് വർക്കുകളൊക്കെ നമുക്ക് സെറ്റിങ്സൊക്കെ ഈസിയാണ്, നമുക്ക് പണി ഫാസ്റ്റ് ആയിട്ട് വർക്ക് തരും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ചുറ്റെടുത്ത് അടിക്കൊന്നും വേണം, വയ്ക്കുക പെടപ്പെടാന്ന് അടിക്കാം, അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ന്യൂമാറ്റിക്കിന്റെ നൈലറുകൾക്ക് സാധാരണ നമുക്കറിയാം മെയിൻ്റെനൻസ് ഭയങ്കര കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കംപ്ലൈന്റുകൾ വന്നുകൊണ്ടിരിക്കും. ആ സ്ഥാനത്ത് നമുക്ക് കോർഡ്ലെസിന്റെ മക്കിറ്റർ നൈലർ കംപ്ലൈന്റ് വളരെ കുറവാണ്, കംപ്ലൈന്റ് വളരെ ഇല്ല, മെയിൻ്റെനൻസ് ഫ്രീ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നമ്മൾ 40 വോൾട്ടിന്റെ 4 ആംപിയർ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏകദേശം നമുക്കൊരു 4500 നെയിൽ ഒറ്റ ചാർജിൽ അടിക്കാൻ പറ്റും. അതായത് 4500 നെയിൽ നമുക്ക് ഈ ഒരു ബാറ്ററി കൊണ്ട് നമുക്ക് ഒറ്റ ചാർജിൽ നമുക്ക് അടിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇത് മക്കിറ്റയുടെ നമ്മുടെ കോമ്പൗണ്ട്സോ ആണ്, 10 ഇഞ്ച് കോമ്പൗണ്ട്സോ. സാധാരണ നമ്മൾ 10 ഇഞ്ച് നമ്മുടെ കോമ്പൗണ്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, പല ബ്രാൻഡുകൾക്കും ഉണ്ട്. ഇത് നമുക്ക് ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുന്ന കോമ്പൗണ്ട്സോ ആണ് വരുന്നത് കേട്ടോ. ഇത് നമുക്ക് സാധാരണ നമുക്കുള്ളതിനൊക്കെ കുറച്ച് പ്രത്യേകതകൾ. കോമ്പൗണ്ട് സാധാരണ മൂവബിൾ ടൈപ്പ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇതിൽ വാക്യൂം ക്ലീനർ നമുക്കിതിൽ ഡയറക്റ്റ് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വാക്യൂം ക്ലീനർ ഉണ്ട്, ഈ ഇതിലോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നേരെ വാക്യൂം ക്ലീനർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പൊടി തീരെ കുറവായിരിക്കും, നമുക്ക് പൊടി ഇല്ലാണ്ട് തന്നെ നമുക്ക് മാക്സിമം ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി കഴിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സൗണ്ട് തീരെ സാധാരണ മീറ്റേഴ്സിനെ അപേക്ഷിച്ച് ഒരു പെർസെന്റേജ് സൗണ്ട് മാത്രമേ ഇതിനുള്ളൂ. കാരണം ഇനീഷ്യൽ സൗണ്ട് തീരെ കുറവാണ്. അതുകൊണ്ട് നമുക്കറിയാം സാധാരണ അലുമിനിയം കട്ടറൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നവർക്ക് സൗണ്ട് കേട്ട് ചെവിക്ക് കംപ്ലൈന്റ് വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ളവർക്ക് ഇത് ഏറ്റവും റെക്കമെൻഡബിൾ ആയിട്ടാണ്. സാധാരണ നമുക്കറിയാം ഇത് നമുക്ക് 45 ഡിഗ്രി സാധാരണ എല്ലാം നമുക്ക് വൺ സൈഡ് ചരിക്കാൻ പറ്റും. ഇത് നമുക്ക് ഡബിൾ സൈഡ് 45 ചരിക്കാവുന്ന മെഷീനാണ്. മൂവബിൾ ആണ്, അതോടൊപ്പം തന്നെ ഡബിൾ സൈഡ് 45 ചരിക്കാവുന്ന മെഷീനാണ്. ഇതിന്റെ ഫുൾ വർക്കിംഗ് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ കാണിച്ചു തരാൻ വേണ്ടി ഫുള്ളായിട്ട് വേറെ കാണിച്ചു തരാൻ പറ്റും. അതുപോലെ ഏകദേശം നമുക്ക് ഇതിന്റെ 8 ആംപിയർ ബാറ്ററിയിലൊക്കെ നമുക്ക് ഏകദേശം 350 കട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 350 പീസ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് 8 ആംപിയർ ബാറ്ററി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത്ര നമുക്ക് ക്വാളിറ്റി ഉണ്ട്, വിലയുണ്ട് മെഷീന്, ക്വാളിറ്റി ഉണ്ടാവും, അത് മസ്റ്റാണ്. പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രഷ് കട്ടർ, നമുക്ക് കോർഡ്ലെസിന്റെ ബ്രഷ് കട്ടർ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കോർഡ്ലെസിന്റെ ബ്ലോവർ, നമുക്ക് മുറ്റമൊക്കെ അടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് 40 വോൾട്ടിന്റെ നമുക്ക് അടിപൊളി കോർഡ്ലെസ് മെഷീൻസ് വരുന്നുണ്ട്. ഇത് നമുക്ക് 36 വോൾട്ടാണ് വരുന്നത്. 18 വോൾട്ടിന്റെ 2 ബാറ്ററി നമുക്ക് വെച്ചിട്ടുള്ള മെഷീനാണ് വരുന്നത്. അതുപോലെ നമുക്ക് ചെയിൻസോ, കോർഡ്ലെസിന്റെ നമ്മുടെ ചെയിൻസോ വരുന്നുണ്ട്. ഓണാക്കിയിട്ട് ചാർജ് ഇല്ല അതിൽ, ബാറ്ററി ചാർജ് കഴിഞ്ഞാണ്. ഒരു മിനിറ്റ്, നമുക്കതിൽ ബാറ്ററി ഇടാം. ഒരു മിനിറ്റ്. ഓക്കെ, സാധാരണ നമ്മൾ മരം മുറിക്കുന്ന പെട്രോൾ ചെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ അതേ പെർഫോമൻസ് ഉള്ള മെഷീനാണ് മക്കിറ്റയുടെ ഈ ഒരു കോർഡ്ലെസ് ചെയിൻസോ. പക്ഷെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് അത്രയും ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, കംപ്ലൈന്റ് വരില്ല, ബ്രഷ്ലെസ് മോട്ടറാണ്, ഒരുപാട് കാലം ഉപയോഗിക്കാം.
നമുക്കിതിന്റെ പോരായ്മ ചിലപ്പോൾ തോന്നാറ് നമുക്ക് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കും. അത് നമുക്ക് പവർ ബാക്കപ്പുകളുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് വേറെ ഉണ്ട്. തോളത്ത് നമുക്ക് ബാറ്ററി ഫുൾ ഇട്ടിട്ട് വർക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ അഡീഷണൽ ബാറ്ററി ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു പ്രൊഫഷണൽ മെഷീൻ അല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡഡ് മെഷീൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ആണ് മക്കിറ്റ. ഇത് നമ്മുടെ കംപ്രസർ, എയർ കംപ്രസർ ആണ്. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാവും, സാധാരണ നമ്മൾ കറണ്ടിൽ ഉപയോഗിക്കുന്ന കംപ്രസർ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ വളരെ മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടുള്ള പോർട്ടബിൾ ആയിട്ടുള്ള കംപ്രസർ ആണിത്. ഇത് നമുക്ക് ഇതേ ബാറ്ററി തന്നെ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ 40 വോൾട്ടിന്റെ കോഡ്ലെസ് ബ്ലോവർ. ഇത് നമുക്ക് പവർ ബട്ടൺ ജസ്റ്റ് ഓൺ ആക്കിയിട്ട് നമുക്കിങ്ങനെ മുറ്റം ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള അടിപൊളി മെഷീനാണിത്. ഇത് നമ്മുടെ കോഡ്ലെസിന്റെ തന്നെ നമ്മുടെ വാക്വം ക്ലീനർ ആണ് വരുന്നത്, ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന വാക്വം ക്ലീനർ. അതുപോലെ നമുക്ക് ഇത് നമ്മുടെ പവർ പാക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചെയിൻസോയോ അല്ലെങ്കിൽ ഏത് മെഷീനും ഒരുപാട് നമുക്ക് നേരം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു പവർ പാക്ക് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് നേരെ തോളത്ത് ബാഗായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് ബ്ലോവർ ആയിട്ട് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വാക്വമായിട്ട് നമുക്ക് ഇലയും അങ്ങനെ കരിയിലൊക്കെ നമുക്ക് ഇതിലൂടെ വലിച്ചെടുത്തിട്ട് ജസ്റ്റ് അത് പൊടിച്ചിട്ടാണ് അത് ഈ ബാഗിലോട്ട് പോവുക. മക്കിനയുടെ നമ്മളിപ്പോൾ കുറച്ച് മെഷീൻസുകൾ നമ്മൾ കണ്ടു. മക്കിനയുടെ ഈ കാണുന്ന മെഷീൻസുകളല്ല, ഇതിപ്പോൾ വളരെ കുറച്ച് മെഷീൻസ് മാത്രമാണ് കോഡ്ലെസ്സിൽ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് മെഷീൻസുകൾ മക്കിനയുടെ കോഡ്ലെസ് മെഷീൻസുകൾ നമുക്ക് ഇനിയും ഒരുപാട് മെഷീൻസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മുടെ നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ മൾട്ടി ഹെഡ് മെഷീനാണ്. അതായത് നമുക്കിതിനെ പുല്ലുവെട്ടുന്ന മെഷീനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ചെയിൻസോ ആയിട്ട് മരം മുറിക്കുന്ന മെഷീനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു 8-10 അറ്റാച്ച്മെന്റുകൾ നമുക്ക് ഇതിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് നിലം കളയ്ക്കാനായിട്ട്, മണ്ണ് കളയ്ക്കാനൊക്കെ ഇല്ലേ, അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാം. നമുക്ക് ഇതിന്റെ ബാറ്ററിയുടെ ചാർജിങ് 4 ആംപിയർ ബാറ്ററി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ബാറ്ററി ഫുൾ ചാർജ് ആവുന്നതാണ് കേട്ടോ. നമ്മുടെ ഇതിന്റെ പ്രൈസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫുൾ ആയിട്ടുള്ള അതിന്റെ ഓരോ മെഷീന്റെയും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയിച്ചു തരുന്നതായിരിക്കും. നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ.